ഇപ്പോൾ മന്ത്രി ശ്രീ വി എൻ വാസവൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ഗുഡ് ഈവനിങ്. മിനിസ്റ്റർ, ഈ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണല്ലോ. കാരണം തുടക്കത്തിൽ 2 മന്ത്രിമാർ ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്നും ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരും കുടുങ്ങിക്കിടക്കാൻ ഇടയില്ല എന്നുമൊക്കെ താങ്കളും മന്ത്രി വീണ ജോർജും പറഞ്ഞത് ശരിയായ വസ്തുതകൾ പരിശോധിക്കാതെയായിരുന്നു എന്ന വിമർശനങ്ങൾ ഉണ്ടല്ലോ. മിനിസ്റ്റർ, താങ്കൾക്ക് എന്താണ് ഇതിനുള്ള മറുപടി? ഇല്ല, ഞങ്ങൾ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാതെയാണ് അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഞങ്ങൾ വന്നപ്പോൾ കണ്ട രംഗം വെച്ചിട്ട് അടിയന്തരമായി ഇനി ആരെങ്കിലും അതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞാനാണ് ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ച് അടിയന്തരമായി ഹിറ്റാച്ചിയും JCBയും കൊണ്ടുവന്ന മണ്ണ് മാന്തി പെട്ടെന്ന് പരിശോധിക്കാൻ പറഞ്ഞ് അങ്ങനെയാണ് പെട്ടെന്ന് ഹിറ്റാച്ചി ഇതൊക്കെ വന്നത്. ഞങ്ങൾ ഇടപെട്ടതിന് ശേഷമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നു. ഇത്തരമൊരു പ്രദേശത്ത് അത് അൺഫിറ്റാണെന്ന് പറഞ്ഞ് അവിടെ യഥാർത്ഥത്തിൽ ബ്ലോക്ക് ചെയ്തിരുന്നു എന്നാണ് അധികൃതർ നമ്മളോട് പറഞ്ഞത്. ഈ ബാത്റൂം അത് പിന്നെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ ഇടവെന്നുള്ള കാര്യം പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ബിൽഡിങ് മാറി പുതിയ ബിൽഡിങ്ങിലേക്ക് മാറാൻ കഴിഞ്ഞ മെയ് മാസം 30-ാം തീയതി ഞങ്ങളിവിടെ യോഗം ചേർന്ന് തീരുമാനമെടുത്തിരുന്നു. അതിലങ്ങോട്ട് മാറാനുള്ള കാലതാമസം വന്നത് 14 ഓപ്പറേഷൻ തിയേറ്ററാണ് പുതിയ ബിൽഡിങ്ങിലുള്ളത്. ആ 14 ഓപ്പറേഷൻ തിയേറ്ററിലെ ചില ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ സാങ്കേതികമായ അവസാനത്തെ ചില കാര്യങ്ങളും അത് അണുവിമുക്തമാക്കുന്നതിന് വേണ്ടി സമയമെടുക്കുന്നതിൻ്റെ പ്രശ്നമായിരുന്നു കാലതാമസം വന്നത്. എന്നിരുന്നാലും ജൂലൈ 31-ന് അത് അടക്കം മാറ്റിയിരിക്കണമെന്നായിരുന്നു അന്നെടുത്ത തീരുമാനം. ആ തീരുമാനം ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. മിനിസ്റ്റർ, ഇപ്പോൾ ഇത് സംഭവിച്ച ശേഷം, അതായത് കെട്ടിടം തകർന്നു വീണു, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുക അതിൻ്റെ രക്ഷാദൗത്യം എത്രയും പെട്ടെന്ന് നടപ്പാക്കുക എന്നാണല്ലോ. അതും ഒരു ആശുപത്രി കെട്ടിടമാണ്, ഉപയോഗശൂന്യമാണെന്ന് പറയുമ്പോൾ തന്നെയും അപകട സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ തുടങ്ങി വരുമ്പോഴേക്ക് തന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞു. JCBക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല, ഒരു ഭാഗം ഇടിച്ചു പൊളിച്ച് അകത്തേക്ക് കടക്കേണ്ടി വന്നു. ഇതിലെല്ലാം ഒരു കാലതാമസം ഉണ്ടായി എന്ന് ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൽ വസ്തുതയില്ലേ മിനിസ്റ്റർ? ഇല്ല, അതിൽ വസ്തുതയില്ലാത്തത് ജനങ്ങൾ കാര്യം മനസ്സിലാക്കുന്ന രൂപത്തിൽ നിങ്ങൾ വിശദീകരിച്ചാൽ ഒരു കുറ്റവും വരില്ല. എന്താണെന്ന് വെച്ചാൽ ചുറ്റും കെട്ടിടമാണ്. ഒരു JCB അകത്തേക്ക് കിടക്കണമെങ്കിൽ ആ കെട്ടിടം ഇടിച്ചു പൊളിച്ചിട്ട് അകത്തേക്ക് കിടക്കുക, മറ്റു രോഗികൾ കൂടി അപകടത്തിലാവും. അപ്പോൾ പിന്നെ ഒരു എൻട്രൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് എൻട്രൻസ് ഉണ്ടാക്കിയെടുക്കുന്നിടത്തുണ്ടായിരുന്ന തടസ്സമെല്ലാം കട്ട് ചെയ്ത് ഇരുമ്പ് വലിയ കട്ടറുകളാണ്, അതെല്ലാം കട്ട് ചെയ്താണ് JCB തന്നെ അകത്തേക്ക് കയറ്റിക്കൊണ്ടുവന്നത്. അത് അറിയാൻ പാടില്ലാത്ത ആളുകളാണ് ആ കാലതാമസത്തിൻ്റെ കാര്യം പറയുന്നത്. എത്രയോ പ്രയാസപ്പെട്ടാണ് ആ JCB അകത്തേക്ക് കയറ്റിക്കൊണ്ടുവന്നറിയോ. ആ കാര്യത്തിൽ അങ്ങനെ JCB ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് മണ്ണ് മാന്ത്രി യന്ത്രം വന്ന് മാറ്റിയെടുത്ത് അടിയിലുണ്ടായിരുന്ന ആളിനെ എടുക്കുന്ന സാഹചര്യം വന്നു. ആദ്യം കാണുമ്പോൾ അവിടെ നിന്നിരുന്നവരെല്ലാം പറഞ്ഞ് ഇവർ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവർക്ക് 2 പേർക്കും കാര്യമായി പരിക്കുണ്ടായിരുന്നില്ല, ചെറിയ പോറൽ മാത്രമാണ് ആദ്യം പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. അതേ ഉള്ളെന്ന് മറ്റുള്ളവർക്ക് വിശ്വസിച്ചു. അപ്പോഴും ഞങ്ങൾ വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു പിന്നെ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ചിട്ട് അടിയന്തരമായി ഹിറ്റാച്ചി കൊണ്ടുവന്ന് മാന്തി ഈ കാര്യം പരിശോധിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഹിറ്റാച്ചി കൊണ്ടുവന്നത്. പെട്ടെന്ന് കെട്ടിടം പൊളിച്ച് കയറ്റി പ്രായോഗികമല്ലാത്തതുകൊണ്ടാണ് ഒരു വഴി ഉണ്ടാക്കുന്ന ഭാഗത്ത് ഇരുമ്പ് കട്ടർ കട്ട് ചെയ്ത് കയറ്റിക്കൊണ്ടുവന്നത്. മിനിസ്റ്റർ, ഇപ്പോൾ താങ്കളും മന്ത്രി വീണ ജോർജും അല്പം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഞാൻ കേൾക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞത് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച ഉടനെ ഞങ്ങൾ പറഞ്ഞു എന്നാണ്. അതിൻ്റെ അർത്ഥം മന്ത്രിമാരെ ആദ്യം വിവരങ്ങൾ തന്ന് തെറ്റിദ്ധരിപ്പിച്ചു എന്നാണോ? അല്ല, അവിടെ നിന്നിരുന്ന ആളുകളോട് സംഭവം എന്താണെന്ന് നമ്മൾ ഓടി വരുമ്പോൾ രംഗത്ത് എന്താ ഉണ്ടെന്ന് അവിടെ നിൽക്കുന്നവർ പറയുമല്ലോ. അവർ പറയുന്ന കേട്ടിട്ടുള്ള കാര്യങ്ങളോട് മാധ്യമങ്ങൾ ഉടനെ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് കേട്ടത്, ബാക്കി പരിശോധിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇതാണ് പറഞ്ഞത്, അതുള്ള കാര്യങ്ങൾ. ശരി മിനിസ്റ്റർ, ഈ പെട്ടെന്ന് തന്നെ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതിന് ഏക തടസ്സമായിരുന്നത് ഈ പറഞ്ഞതുപോലെ കെട്ടിയടച്ച കെട്ടിടങ്ങൾ അത് പൊളിച്ച് അകത്തേക്ക് കടക്കേണ്ടി വന്നു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തിലടക്കമുള്ള കാര്യങ്ങൾ, അതായത് അതൊക്കെ ശരിയായ നിയമങ്ങൾ പാലിച്ചാണെങ്കിൽ എളുപ്പത്തിൽ വാഹനങ്ങൾക്ക് കടക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണമല്ലോ ഒരു ആശുപത്രി കെട്ടിടമെങ്കിലും പണിയേണ്ടത്. അപ്പോൾ അവിടെയൊക്കെ പിഴവുകൾ മുമ്പാണെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നാണോ മിനിസ്റ്റർ പറയുന്നത്? അത് 68 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അന്നത്തെ വിഷയങ്ങളും വീക്ഷണങ്ങളും എന്താണെന്ന് നമുക്കിപ്പം അതിനെക്കുറിച്ചൊരു വിമർശനപരമായി ചൂണ്ടിക്കാണിക്കാവുന്നേ ഉള്ളൂ. എന്തുകൊണ്ടങ്ങനെ നേരത്തെ വഴിയിട്ടില്ല എന്നൊക്കെയുള്ള പ്രശ്നം. യഥാർത്ഥത്തിൽ അന്ന് ഇത് പണിയുമ്പോൾ ഈ 4 ചുറ്റും കെട്ടറാണ്, അതിൻ്റെ നടുക്ക് ഒരു ഭാഗത്താണ് ഇത് ഇടിഞ്ഞു വീഴുന്നത്. അതാണ് പ്രശ്നം. അപ്പോൾ അതിനങ്ങോട്ട് എൻട്രൻസ് ഇല്ല. അത് എൻട്രൻസ് ഉണ്ടാക്കിയെടുത്താണ് ഈ ഹിറ്റാച്ചി ഉൾപ്പെടെ കയറ്റിക്കൊണ്ടുവരാൻ വലിയ പാടുപെട്ടിട്ടാണ് കയറ്റിക്കൊണ്ടുവന്നത്. ഇപ്പോൾ അല്പം മുൻപ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവലോകന യോഗത്തിനായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്, അദ്ദേഹം ഒന്ന് ഈ അപകട സ്ഥലത്തേക്ക് വന്നു നോക്കിയില്ല എന്നാണ്.
ഇല്ല, ഞങ്ങൾ 2 മന്ത്രിമാരോട് ആ നിമിഷം തന്നെ അറിഞ്ഞ നിമിഷം തന്നെ സ്റ്റേജിൽ ഇറങ്ങി ഓടിപ്പോരുക. ഞാൻ എൻ്റെ മെസ്സേജ് കിട്ടിയപ്പോൾ തന്നെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഓടിയെത്തി. തൊട്ടു പുറകെ ആരോഗ്യവകുപ്പ് മന്ത്രി വന്നു, ഉദ്യോഗസ്ഥ പ്രമുഖരെല്ലാം വന്നു, ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു, സൂപ്രണ്ട്, പ്രിൻസിപ്പൽ, അവരെല്ലാം മീറ്റിങ്ങിലായിരുന്നു. അവരെല്ലാം ഞങ്ങളുടെ കൂടെ വന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുഖ്യമന്ത്രി ഇവിടെ അവലോകനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വന്നില്ല എന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനമില്ല. കാര്യങ്ങളെല്ലാം കൃത്യതയോടുകൂടി നടത്താൻ വേണ്ടി ഞങ്ങൾ 2 മന്ത്രിമാർ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഇതുവരെ ആശുപത്രിയിൽ തന്നെ നിൽക്കുകയാണ് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. താങ്കൾ ഈ ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രിയാണ്. താങ്കൾ വളരെ ആഴത്തിൽ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നയാളാണ്. ഓരോ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അവർ താങ്കളെ ആശ്രയിക്കാറുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ വി എൻ വാസവൻ, താങ്കൾക്ക് പറയാമോ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അപകടത്തിൻ്റെ, ഈ അനാസ്ഥയുടെ ഉത്തരവാദികൾ ആരാണ്? താങ്കൾക്കത് മനസ്സിലായിട്ടുണ്ട്? ഇല്ല, ആരായിരുന്നാലും അത് പരിശോധിക്കുമെന്നാണല്ലോ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി തന്നെ അവർ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2, ആ സംഭവത്തിൽ നമ്മളെല്ലാം വിഷമിക്കുകയും വേദനിക്കുകയും ഏറ്റവും നിർഭാഗ്യകരമായ സംഭവമായി പോയി എന്ന രൂപത്തിൽ ആ കുടുംബത്തിൻ്റെ വേദനാജനകമായ അനുഭവത്തിൽ നമ്മൾ പങ്കുചേർന്ന് അവർക്ക് ഈ കാര്യത്തിൽ തുടർന്നുള്ള കാര്യങ്ങളിൽ എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ് അവരോടൊപ്പം ഉണ്ടാകും എന്ന കാര്യവും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഉണ്ടായ സംഭവം എങ്ങനെയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റക്കാരുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ ഡിസ്ട്രിക്ട് കളക്ടറെ ചുമതലപ്പെടുത്തി അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതിലെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കൃത്യമായി ഇടപെടും, നടപ്പാക്കും, സംശയം വേണ്ട. മിനിസ്റ്റർ, ഈ പ്രശ്നങ്ങൾ താങ്കൾ പറഞ്ഞു ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, അത് നമ്മൾ തിരുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഏറ്റവും അധികം പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ചാണ്ടി ഉമ്മൻ MLA ആണ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല, ശരിയായ വിവരങ്ങൾ തന്നില്ല, വസ്തുതകൾ വക്രീകരിച്ചു, തെറ്റായ വിവരങ്ങൾ നൽകി, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ആരോപണം ഉന്നയിച്ചത് അവിടുത്തെ ഒരു ജനപ്രതിനിധിയാണ്. അത് അദ്ദേഹം സ്വാഭാവിക പ്രതിപക്ഷത്ത് നിൽക്കുന്നൊരു MLA എന്നുള്ള നിലയ്ക്ക് അതൊക്കെ ഉന്നയിക്കുക അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ദൗത്യമാണെന്ന് നമുക്ക് കൃത്യമായി തിരിച്ചറിയാം. അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിനെ നമ്മൾ മറ്റു രൂപത്തിലേക്ക് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഇത് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, താങ്കൾ പറഞ്ഞത് 2013 തന്നെ ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇതിപ്പോൾ 2025 ജൂലൈ മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് 12 വർഷം കഴിഞ്ഞു. എന്നിട്ടുണ്ടാകുന്ന ഒരു അപകടത്തിന് നമ്മൾ ആരെയാണ് പഴിക്കുക മിനിസ്റ്റർ? അല്ല, അതിൽ ഗോപികൃഷ്ണൻ മനസ്സിലാക്കി 2013 അധികാരത്തിരുന്ന UDF ഗവൺമെൻറ്റാണ്. ആ കാലഘട്ടത്തിൽ 2016 വരെ ഉണ്ടായിരുന്നു. ഒന്നും ചെയ്തിരുന്ന ഒരു രൂപ മാറ്റി വെച്ചിരുന്നില്ല. 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാരാണ് ആദ്യമായി ഈ റിപ്പോർട്ട് കണ്ടിട്ട് കിഫ്ബിയിൽ അതിന് പണം വെച്ചത്. ആ ഗവൺമെൻറ് തുടങ്ങി വെച്ച പ്രവർത്തനമാണ് 8 നില മന്ദിരം ഇപ്പോൾ തീർത്ത് 565 ബെഡും 16 ഓപ്പറേഷൻ തിയേറ്ററുള്ള സർജിക്കൽ ബ്ലോക്ക് ഇപ്പോൾ പണി പൂർത്തിയായി OT തീർന്നു കഴിഞ്ഞാൽ അതിലേക്ക് മുഴുവൻ ഫുൾ സീനിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ്. അന്ന് ഇത് മനസ്സിലാക്കിയിരുന്ന റിപ്പോർട്ട് വാങ്ങി വെച്ച ഗവൺമെൻറ് ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതാണ് കൃത്യമായ ഡേറ്റ് സഹിതം പറഞ്ഞത്. അല്ല, പക്ഷെ എന്നാലും ഈ സർക്കാരും അധികാരത്തിൽ വന്നിട്ട്, അതായത് 2013 കഴിഞ്ഞ് പിന്നീട് ഇത് 2ാം പിണറായി സർക്കാരിൻ്റെ കാലമാണ്. അതും വൈകുകയല്ലേ? കാരണം എന്നിട്ടും തീരുമാനമുണ്ടായി, എന്നിട്ടും ആളുകളെ മാറ്റിയില്ല എന്ന് പറയുമ്പോൾ അതിലൊരു വീഴ്ചയുണ്ടല്ലോ മിനിസ്റ്റർ, പ്രകടമായി തന്നെ. ഇല്ല, അതിനകത്ത് പിണറായി സർക്കാർ വന്നതിന് ശേഷം കിഫ്ബി ഉണ്ടാകുന്നത് തന്നെ ആദ്യത്തെ 2 വർഷത്തിനുള്ളിലാണ് അതിന് ഫണ്ട് കണ്ടെത്തുന്ന സോഴ്സ് വന്നത്. അതിനുശേഷം നിങ്ങളുടെ എല്ലാവർക്കും അറിയാവുന്ന കോവിഡ് വന്നു. കോവിഡ് വന്നിടത്ത് 2-3 വർഷക്കാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും നിർത്തിവെക്കേണ്ടി വന്നു. നമ്മൾ പല നിർമ്മാണ പ്രവർത്തനവും സംസ്ഥാനത്ത് നിർത്തിവെച്ചിരുന്നു, ഇവിടെ നിർത്തിവെക്കേണ്ടി വന്നു. സ്വാഭാവികമായിരുന്നു. അതിനുശേഷം വന്ന കാലതാമസം ഒട്ടുമില്ല. പിന്നീട് ത്വരിതഗതിയിൽ നടക്കുകയെന്ന് കോവിഡ് മാറിയതിന് ശേഷം 8 നില മന്ദിരം തീർന്ന് 565 ബെഡിനുള്ള സൗകര്യം, വലിയ ബഹുനില മന്ദിരമാണ് ഇവിടെ ഉയർന്നത്. നിങ്ങൾ കാണേണ്ടതാണ്. അതുണ്ടായി വരണമെങ്കിൽ അതിനെടുക്കുന്ന കാലതാമസം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഏറ്റവും അവസാനമായി മന്ദിരം തീർന്നു കഴിഞ്ഞാലും ഇതിൻ്റെ സ്കാനിങ് സെൻറ്റർ, MRI, CT സ്കാന്, അൾട്രാസ്കാന്, 16 ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ എക്യുപ്മെൻറ്റ്സ്, അത് അണുവിമുക്തമാക്കുന്ന നടപടി, അതെല്ലാം നടന്നുകൊണ്ടാണ് ഇതിലേക്ക് വരാൻ കഴിയും. പെട്ടെന്നൊരു സാധാരണ ബിൽഡിംഗ് പോലെ കയറി പ്രവർത്തിക്കാൻ കഴിയില്ല സർജിക്കൽ ബ്ലോക്ക് ആകുമ്പോൾ. അപ്പോൾ അത് എന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഈ മീറ്റിംഗ് കൊടുത്തുകൊണ്ടിരുന്നത്. അതാണ് ഞങ്ങൾ കഴിഞ്ഞ 30-ാം തീയതി കൂടിയ മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. ഈ ഉപയോഗശൂന്യമായ ഒരു കെട്ടിടത്തിലേക്ക് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എത്തിയ ഒരു രോഗിയുടെ രക്ഷിതാക്കൾ അവിടെ ഈ വാഷ്റൂം ഉപയോഗിക്കാൻ പോകാൻ ഇടയായ സാഹചര്യം എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് അതിൽ സംശയം ഉണ്ടാകുമല്ലോ. എങ്ങനെയാണ് അവിടെ കൃത്യമായ ഒരു അടച്ചു വെച്ചിരുന്നെങ്കിൽ, പൂട്ടിയിട്ടിരുന്നെങ്കിൽ ആളുകൾ പോകില്ലല്ലോ. അതാണ് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം പരിശോധിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണത്. അതുകൊണ്ടാണ് ഡിസ്ട്രിക്ട് കളക്ടറോട് ഒന്ന് പരിശോധിച്ച് കൃത്യമായി റിപ്പോർട്ട് തരണം, അന്വേഷണം പ്രഖ്യാപിച്ചതിൻ്റെ കാര്യം അതാണ്.
ഇനിയിപ്പോൾ അടിയന്തരമായി ഉണ്ടാകാൻ പോകുന്ന നടപടികൾ എന്താണ് മിനിസ്റ്റർ? താങ്കൾക്കാണല്ലോ അവിടെ ജില്ലയുടെ ചുമതല. ഇല്ല, അടിയന്തരമായി വന്ന അന്വേഷണ റിപ്പോർട്ട് വരുത്തി കാര്യങ്ങൾ ചെയ്യും. അതിലുപരി ഇനി ഇത്തരം സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലെന്ന രൂപത്തിൽ മുഴുവൻ രോഗികളെയും സുരക്ഷിതമായ പുതിയ സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റി ഓപ്പറേഷൻ തിയേറ്ററിന് അടിയന്തരമായി ചെയ്യേണ്ട മെയിൻ്റനൻസ് ചെയ്യാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കാഷ്വാലിറ്റിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഓപ്പറേഷൻ നടത്താൻ തീരുമാനമെടുത്തു. മറ്റേ വാർഡുകളെല്ലാം മോർ സേഫാണ്. അതുകൊണ്ട് തന്നെ രോഗികളെല്ലാം ഇന്ന് രാത്രിയിൽ നാളെയായിട്ട് ഇങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചു. ഈ രോഗികളുടെ ബന്ധുക്കളിൽ ചിലർ ഉന്നയിക്കുന്ന ഒരു പരാതി മിനിസ്റ്റർ, അതുകൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതായത് അവരോട് കുറേ പേരോട് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി പോകാൻ പറഞ്ഞു എന്ന നിലയിൽ കുറേ പരാതികൾ വരുന്നതായി അറിയുന്നുണ്ട്. അത് താങ്കൾ പരിശോധിച്ചു? അത് അതിങ്ങനെ ഒരു പരാതി ഒരു സ്ഥലത്ത് നിന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞു കേട്ടു. അതുകൂടെ പരിശോധിക്കാൻ ഇപ്പോൾ സൂപ്രണ്ടോട് പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അവരുടെ നടപടി സ്വീകരിക്കാനും പറഞ്ഞിട്ടുണ്ട്. ശരി, വളരെയധികം നന്ദി മിനിസ്റ്റർ. ശ്രീ വി എൻ വാസവനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം സംഭവ സ്ഥലത്ത് തന്നെ തുടരുകയാണ്. തുടക്കത്തിൽ അദ്ദേഹവും വീണ ജോർജും ഇത് ഈ അപകടം നടന്നുകൊണ്ടിരുന്നത് ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, അപകടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഒരു മരണം സംഭവിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത്. അതോടുകൂടി നാട്ടുകാരിൽ പ്രതിഷേധമുണ്ടാകുന്നു. അവിടെ ചാണ്ടി ഉമ്മൻ MLA കൃത്യമായ വിവരങ്ങൾ നൽകാതെ തെറ്റിദ്ധരിപ്പിച്ചു സർക്കാർ പ്രതിനിധികൾ എന്ന ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇപ്പോൾ യോഗം ചേർന്ന ശേഷമാണ് മന്ത്രി വീണ ജോർജും മന്ത്രി വി എൻ വാസവനും മാധ്യമങ്ങളെ കണ്ടത്. അവർ പറയുന്നത് 2013 തന്നെ ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് പുതുക്കിയ കെട്ടിടം വേണം എന്ന ആവശ്യമുയർന്നത്. അതിനുശേഷം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് കിഫ്ബിയിൽ നിന്ന് പണം കണ്ടെത്തിയ ശേഷമാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. അവിടെ അത് ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള തീയതി നിശ്ചയിച്ചത് ഈ കഴിഞ്ഞ മാസം 30-ാം തീയതി ചേർന്ന യോഗത്തിലാണ്. അത് തുറക്കാനിരിക്കെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ അപകടം ദൗർഭാഗ്യകരമാണ് എന്ന നിലപാടാണ് മന്ത്രിമാർ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ എവിടെയാണ് പിഴവ് സംഭവിച്ചുള്ളത് എന്ന കാര്യം പരിശോധിച്ച റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വി എൻ വാസവൻ നമ്മളോട് തത്സമയം ഈ കാര്യങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. 1.5 മണിക്കൂർ വൈകി തുടങ്ങിയ രക്ഷാപ്രവർത്തനത്തിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ തകർന്ന കെട്ടിട ഭാഗങ്ങൾക്കിടയിൽ നിന്ന് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന്റെ മൃതദേഹം പുറത്തെടുത്തത്. മകളുടെ ചികിത്സാർത്ഥം ഭർത്താവിനൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ബിന്ദു ശുചിമുറിയിലേക്ക് പോയപ്പോഴായിരുന്നു അപകടം. പൂട്ടിയിട്ടിരുന്ന കെട്ടിടമാണെന്നും ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുമായിരുന്നു സംഭവ സ്ഥലത്തെത്തിയ മന്ത്രിമാർ ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വൈകി എന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധത്തിനിറങ്ങി. സർക്കാർ വസ്തുതകൾ മറച്ചുവെക്കുകയാണെന്ന് ചാണ്ടി ഉമ്മൻ MLA കുറ്റപ്പെടുത്തി. എല്ലാം ഭദ്രമാണെന്ന അവകാശവാദങ്ങൾക്കിടെ സംഭവിച്ച കോട്ടയത്തെ അപകടവും സർക്കാർ അനാസ്ഥ കൊണ്ടാണോ? ന്യൂസ് ഈവനിംഗ് ഇന്ന് ഈ വിഷയം പരിശോധിക്കും. പ്രേക്ഷകർക്ക് സ്വാഗതം. ഞങ്ങൾ കുളിച്ചുകൊണ്ടിരുന്ന ബാത്റൂമിൽ കുളിച്ചിങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം ഇടിഞ്ഞിടിഞ്ഞ് വരുന്ന ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ സൈഡിലേക്കും അവിടെ നിന്ന് ഇടിഞ്ഞിടിഞ്ഞ് വരുക. നടന്ന ജീവൻ തന്നെ കണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ എങ്ങനെ ഈ ബാത്റൂമിൽ ആൾ വന്ന് ഈ വീഴുന്ന സാഹചര്യം ഉണ്ടായി, എങ്ങനെ ഒരാൾ മരണപ്പെട്ടു, അതിന് സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാകത്തുള്ളൂ. അത്യന്തം ദാരുണമായ സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം അടർന്നു വീണുണ്ടായ അപകടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിലെ കുറ്റക്കാരാരാണ്? അവർക്കെതിരെ ശിക്ഷാ നടപടി ഉണ്ടാകുമോ? മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കും എന്നൊക്കെയുള്ള ചട്ടപ്രകാരമുള്ള ചോദ്യങ്ങൾ ഈ സംഭവത്തിന് ശേഷവും ബാക്കിയാവുകയാണ്. സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമത എത്രത്തോളമാണ്? ഈ സർക്കാർ ആശുപത്രികളിലെ ദുരവസ്ഥ പരിഹരിക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഏത് കോണിൽ നിന്നുണ്ടാകും? അതിൻ്റെ തിരുത്തൽ ശക്തിയാകാൻ ആർക്കാണ് സാധിക്കുക എന്ന് തുടങ്ങി കേരളത്തിൻ്റെ പൊതുസമൂഹം വളരെ ഗൗരവത്തിൽ ആലോചിച്ച് തുടങ്ങേണ്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. അവിടെ തൊടുന്യായങ്ങൾ പറഞ്ഞ് സർക്കാരിനോ സംവിധാനങ്ങൾക്കോ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കാരണം ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. അതുകൊണ്ട് കോട്ടയത്തു നിന്നുണ്ടായിട്ടുള്ള സംഭവത്തെ ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ ലഘൂകരിച്ച് കാണാൻ നമുക്ക് കഴിയില്ല.
അടിയന്തരമായ ഇടപെടൽ അത് ഏത് സ്വഭാവത്തിലാണെങ്കിലും അത് ഉണ്ടാകേണ്ടതുണ്ട്, പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ SS ലാൽ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും വിവിധയിടങ്ങളിൽ നിന്ന് തത്സമയ റിപ്പോർട്ടുകളുമായി നമ്മളോടൊപ്പം ചേരുന്നു. അശ്വിൻ പാലാടി ചേരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ഉണ്ട്, AV ജയശങ്കർ, അതോടൊപ്പം തന്നെ റാഫി കരീം ഉള്ളത് മരിച്ച ബിന്ദുവിന്റെ തലയോലപ്പറമ്പിലെ വീട്ടിലാണ്. ഞാൻ ആദ്യം ടോബി ജോൺസണിലേക്ക് പോകാം. ടോബി, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പെട്ടെന്നൊരു യോഗം കഴിഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി VN വാസവനും മാധ്യമങ്ങളെ കണ്ടു. അവർ പറഞ്ഞത് 2013 തന്നെ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടായിരുന്നു, ആ കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. പിന്നീട് ഈ സർക്കാർ വന്ന ശേഷം പുതിയ കെട്ടിടം പണിതു, അത് ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സംഭവങ്ങൾ ഉണ്ടായതെന്നാണ്. ഈ ഒരു വിശദീകരണം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ? നാട്ടുകാരുടെ പ്രതിഷേധം ശമിച്ചോ? ഗോപി, ഏറ്റവും പുതിയ വിവരം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 2 ചോദ്യങ്ങളാണ് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഉയർന്നു വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുതിയ കെട്ടിടം പണിതിട്ടും എന്തുകൊണ്ട് അങ്ങോട്ട് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള രോഗികളെ പരിചരിക്കുന്ന ഈ ഒരു വിഭാഗം മാറ്റിയില്ല എന്നുള്ളൊരു ചോദ്യം. 2, ഇത്രയധികം പൊട്ടിപ്പൊളിഞ്ഞ അല്ലെങ്കിൽ ഈ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ അറിയാവുന്ന കെട്ടിടത്തിൽ ആളുകളെ എന്തിനു പ്രവേശിപ്പിച്ചു? ഈ 2 ചോദ്യങ്ങളാണ് പ്രധാനമായും കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മളടക്കമുള്ള മാധ്യമങ്ങളും പൊതുസമൂഹവും ചോദിച്ചുകൊണ്ടിരുന്നത്. അതിനുള്ള മറുപടികളാണ് മന്ത്രിമാർ ഇപ്പോൾ നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ട് പുതിയ ബ്ലോക്കിലേക്ക് മാറ്റിയില്ല? അതിന് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ നൽകുന്ന വിശദീകരണം എന്ന് പറഞ്ഞാൽ അതായത് ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമായില്ലായിരുന്നു, കെട്ടിടത്തിൻ്റെ പണി കഴിഞ്ഞതാണ്, എല്ലാം സൗകര്യങ്ങളും കിടത്തി ചികിത്സയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ആ ബിൽഡിങ്ങിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കെട്ടിടത്തിലുള്ള ഓപ്പറേഷൻ ഈ സംവിധാനങ്ങൾ, അതായത് ഓർത്തോ വിഭാഗമാണ് അവിടെ ഉണ്ടായിരുന്നത്. 13-14 വാർഡുകളാണ്, 10, 11, 14 വാർഡുകളാണ്. അത് ഇങ്ങോട്ട് മാറ്റാൻ സാധിക്കാതിരുന്നതെന്നൊരു വിശദീകരണമാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബിൽഡിങ്ങിൽ, ഈ കാലപ്പഴക്കം ചെന്ന ബിൽഡിങ്ങിൽ ആളുകൾ പ്രവേശിച്ചത് എങ്ങനെ? അവിടെ ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി അതിലുണ്ടായിരുന്നു. അത് നേരത്തെ സൂപ്രണ്ട് അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് അവിടെ ചികിത്സയില്ലായിരുന്നു, അവിടെ ആളുകളെ പ്രവേശിക്കാൻ ആളുകൾക്ക് അനുമതി നൽകിയിട്ടില്ലായിരുന്നു. പക്ഷേ എങ്ങനെ ഈ ആളുകൾ, ഇപ്പോൾ മരിച്ച ബിന്ദു അടക്കമുള്ളവർ എങ്ങനെ ആ കെട്ടിടത്തിനുള്ളിൽ വന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. അതിന് സർക്കാർ പറഞ്ഞിരിക്കുന്നത്, അത് എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. ആ സംഭവത്തിൽ കളക്ടറോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്, ഒരു അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ തൃപ്തികരമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അതാകില്ല. അത്രയധികം ആളുകൾ ആശ്രയിക്കുന്ന, സാധാരണക്കാരൻ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. 1, 2 അല്ല, 5 ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം എത്തുന്ന, ചികിത്സ തേടിയെത്തുന്ന ഒരു ആതുരാലയമാണ്. അവിടെ ഇത്തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തുന്ന ആ ഒരു ആശുപത്രിയിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസരം ഉണ്ടായത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്? ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ കാലാവധിയൊക്കെ, ഓപ്പറേഷൻ തിയേറ്റർ പൂർത്തിയാക്കുന്നതിനൊക്കെ ഇത്രയധികം സമയം വേണ്ടി വരുമായിരുന്നോ? അതോടൊപ്പം തന്നെ നമ്മുടെ കാലാവസ്ഥാ പ്രവചനമൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കൃത്യമായി മഴ എപ്പോൾ പെയ്യും, എത്ര ഗ്രാവിറ്റിയിൽ പെയ്യും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കാലാവസ്ഥയുടെ പ്രവചനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മഴക്കാലത്തിന് മുമ്പ് ഇത്രയും ടോബി, ഇപ്പോൾ നാട്ടുകാരുടെ, പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വൈകി, കാര്യമായി ഈ അപകടത്തെ ഗൗരവത്തിൽ കണ്ടില്ല, വേണ്ട രീതിയിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബിന്ദു ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങൾ. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. പ്രതിഷേധിക്കാൻ എത്തിയവരെ പോലീസ് നീക്കം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കോട്ടയത്തെ മെഡിക്കൽ കോളേജിന്റെ കെട്ടിട ഭാഗങ്ങൾ തകർന്നു വീണുണ്ടായ അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന് ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. 2013 തന്നെ ബലക്ഷയം കണ്ടെത്തിയ കെട്ടിടം എന്തുകൊണ്ട് പുതുക്കി പണിത ശേഷവും അതിലേക്ക് മാറ്റിയില്ല? എന്തുകൊണ്ട് ആളുകൾ അവിടെ പോകുന്നത് തടയാൻ കഴിഞ്ഞില്ല? ഏത് സംവിധാനത്തിന്റെ പിഴവ് കൊണ്ടാണ് ബിന്ദുവിന് ജീവൻ കൊണ്ട് മറുപടി നൽകേണ്ടി വന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സൂര്യശ്രീ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂര്യ, യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നമ്മൾ കാണുന്നുണ്ട്. പോലീസ് യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അവരുടെ മുദ്രാവാക്യം? പ്രതിഷേധം ശക്തമായിരുന്നു.
ഗോപികൃഷ്ണൻ മെഡിക്കൽ കോളേജ് പരിസരത്താകെ നിലവിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ അന്തരീക്ഷമാണുള്ളത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും VN വാസവന്റെയും രാജി ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും അടക്കമുള്ളവർ വലിയ രീതിയിലൊരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകരെ നിലവിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. നേരത്തെ മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ ഒരു ദാരുണ മരണത്തിന്റെ ഉത്തരവാദികൾ തികച്ചും ഈ VN വാസവനും മന്ത്രി വീണ ജോർജുമാണെന്ന് ആരോപണം ഉന്നയിച്ചാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ മന്ത്രിമാർക്കടക്കം വലിയ രീതിയിലൊരു വീഴ്ചയുണ്ടായെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും BJP അടക്കം നിരവധി പാർട്ടികൾ ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിലേക്ക് വലിയ രീതിയിലൊരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ മന്ത്രിമാർ എത്തിയപ്പോൾ വലിയ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏകോപനം നന്നായി നടത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടാകില്ല എന്നായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധക്കാരൊക്കെ വരുന്നത്. കെട്ടിടത്തിലടക്കം ബലക്ഷയമുണ്ടെന്ന കാര്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചാണ്. എന്നിട്ട് പോലും ഒരു നടപടിയെടുക്കാൻ അധികൃതരോ മന്ത്രിമാരോ ആരും തന്നെ തയ്യാറായില്ല. രക്ഷാപ്രവർത്തനത്തിൽ 2.5 മണിക്കൂറോളം വൈകിയാണ് ഇത്തരത്തിൽ ഒരു സ്ത്രീയെ അവിടെ നിന്ന് ലഭിക്കുന്നത്. ആ സ്ത്രീയുടെ മരണത്തിന് കാരണം രക്ഷാപ്രവർത്തനം വൈകിച്ചതിലുള്ള വൈകിപ്പോയി എന്നുള്ള കാരണമാണ് ഇത്തരത്തിൽ പ്രവർത്തകർ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഏകദേശം 2.5 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം വൈകിയെന്ന ഒരു ആരോപണം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിലുള്ള പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് വീണ് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന്റെ മരണം സംഭവിച്ച സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ പോലീസ് പ്രതിഷേധക്കാരെ മാറ്റാൻ ശ്രമിക്കുന്നു. പ്രവർത്തകർ ഗേറ്റ് ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തിയതും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് വീണ് ബിന്ദു എന്ന 53-കാരിയുടെ മരണം സംഭവിച്ച പശ്ചാത്തലത്തിലാണ് ആരോഗ്യ വകുപ്പിനെതിരെ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. സലീം, വിവരങ്ങൾ പറയൂ. ഗോപി, വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു, പോലീസിന് പോലും വിവരം ലഭിക്കാതെയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ വീട്ടിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചത്. അല്പസമയം മുൻപാണ് ബാരിക്കേഡ്, ഇത്തരത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന് ഒരു വിവരം കിട്ടി. പോലീസ് ബാരിക്കേഡ് തയ്യാറാക്കുന്നതിനിടെ മറുവശത്ത് കൂടി മന്ത്രിയുടെ വീട്ടിലേക്ക് ചാടിക്കടക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നേർക്കുനേർ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തും തള്ളുമാണ് ഇപ്പോൾ ഈ തൈക്കാട് ഹൗസിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുൻപിൽ നടക്കുന്നത്. പോലീസിന് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ സൂചന ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടായേക്കാമെന്നതിന്റെ പശ്ചാത്തലത്തിൽ വളരെ കുറച്ച് പോലീസുകാരെ മാത്രമാണ് ഇവിടെ നിയോഗിച്ചിരുന്നത്. അതിന് പിന്നാലെ വളരെ വേഗത്തിൽ ഇവിടേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഈ തൈക്കാട് ഹൗസിന്റെ ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിക്കുകയാണ്. 2 വശങ്ങളിൽ നിന്നായി പ്രവർത്തകർ ഈ ഗേറ്റ് ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒരു ഭാഗത്തെ പോലീസ് നേരിടുമ്പോഴാണ് മറുഭാഗം തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിന്റെ നേതൃത്വത്തിൽ ഈ ഗേറ്റ് ചാടിക്കടക്കാൻ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് അത്തരത്തിലുള്ള ശ്രമം നടത്തുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം, തർക്കം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. കോട്ടയത്ത് ഈ കെട്ടിടം ഇടിഞ്ഞു വീണ സ്ത്രീ മരിക്കാനിടയായ സംഭവം അത് ആരോഗ്യമന്ത്രിയുടെ വീഴ്ചയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ ഒരു മാർച്ചുമായി ഇവിടേക്ക് എത്തുകയും ചെയ്തത്. മന്ത്രി വന്ന് ആളില്ല എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. സമാനമായ ആരോപണം പ്രതിപക്ഷ നേതാവ് VD സതീശനും അല്പസമയം മുൻപ് ഉന്നയിച്ചതേ ഉള്ളൂ. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ നിന്നും ഒരു മാർച്ചുമായി ഇവിടേക്ക് എത്തുകയും ചെയ്തത്. ഇതുവരെയും ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പ്രവർത്തകർ ഇവിടേക്ക് ഈ വളരെ വേഗത്തിലാണെങ്കിൽ പോലും അത്യാവശ്യം പ്രവർത്തകരെ കൂട്ടാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ കൂടുതൽ പോലീസുകാരെ ഇവിടേക്ക് എത്തിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമവും ഫലം കാണുന്നില്ല. ഒരു നേർക്കുനേർ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയാൻ കഴിയുന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളത്. വളരെ കുറച്ച് ബാരിക്കേഡുകൾ ഉൾപ്പെടെ വളരെ കുറച്ച് മാത്രമായിരുന്നു തയ്യാറാക്കിയിരുന്നത്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. പല വഴികളിൽ നിന്നായി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് കൂടുതലായി എത്തുകയാണ്. പക്ഷേ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. വലിയ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ
അതിൽ കുറച്ച് പ്രവർത്തകർ ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ തൈക്കാട് ഹൗസ് വസതിക്ക് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയാണ്. ചിലർ പോലീസുമായി ഏറ്റുമുട്ടൽ നടത്തുന്നു. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. അതുകൊണ്ട് സ്വാഭാവികമായും ഇവരെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയാത്ത ഒരു സാഹചര്യവുമുണ്ട്. വീണ ജോർജ് രാജിവെക്കണം എന്നുള്ളതാണ് ഈ പ്രവർത്തകരുടെ ആവശ്യം. അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിരിക്കുന്നു. രക്ഷാപ്രവർത്തനം വൈകിയതിന്റെ പേരിൽ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു കൊലപാതകമാണ്, സർക്കാരിന്റെ സ്പോൺസേഡ് കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ആ കെട്ടിടം ഇടിഞ്ഞു വീണത് നമ്മളെല്ലാവരും കണ്ടു. ആരോഗ്യ വകുപ്പ് ഇടിഞ്ഞു വീഴുന്നതിന് സമാനമായിട്ടാണ് ആ കെട്ടിടം വീണത്. ആ കെട്ടിടം വീണ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആരോഗ്യ മന്ത്രിയുടെ വീമ്പ് പറച്ചൽ? എന്തായിരുന്നു കോട്ടയത്തെ മന്ത്രിയുടെ വീമ്പ് പറച്ചൽ? ഒരാൾക്കും ഒന്നും പറ്റിയിട്ടില്ല. അത് ഡിമോളിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കെട്ടിടമാണെന്ന് പറഞ്ഞു. അവസാനം എന്ത് സംഭവിച്ചു? ഒരു മനുഷ്യ ജീവൻ. ഇവർ രക്ഷാപ്രവർത്തനം ഒന്ന് നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് രക്ഷിക്കാമായിരുന്നു. മനുഷ്യരുടെ ജീവനുകൾ രക്ഷിക്കേണ്ട ആരോഗ്യ വകുപ്പ് മനുഷ്യ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്നതിനെതിരായിട്ടാണ് ശക്തമായ സമരം ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഉറപ്പായിട്ടും മന്ത്രിക്ക് എന്ത് അവകാശമാണ്? മന്ത്രിയുടെ സ്വന്തം കീഴിലുള്ള ഡോക്ടറല്ലേ മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെയും ഇവിടുത്തെ ബ്യൂറോക്രറ്റിനെതിരെയും അവരുടെ വീഴ്ചകളെ കുറിച്ച് പറഞ്ഞത്? ഈ നിരന്തരമായിട്ടുള്ള സ്വന്തം മന്ത്രിയുടെ ആശുപത്രിയിലല്ലേ കൈക്കൂലി വാങ്ങിച്ച് സർജറി നടക്കുന്നത്? എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും നമുക്കറിയാം, കൈക്ക് പകരം നാക്കിന് ശസ്ത്രക്രിയ ചെയ്യുന്ന ആരോഗ്യവകുപ്പ് കേട്ടുകൽവിയില്ലാത്തതല്ലേ? നമുക്കറിയാം എത്ര അവിടുത്തെ ഓരോ ദിവസത്തെയും ദൃശ്യങ്ങൾ ആ ആശുപത്രിയെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കാണുകയല്ലേ? എല്ലാ ദിവസവും മെഡിക്കൽ കോളേജിലെയും ആരോഗ്യവകുപ്പിൻ്റെയും വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർത്തകൾ വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC അടക്കമുള്ള മാതൃക സംഘടന സമരം ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു സമരവുമായി മുമ്പോട്ട് പോകുന്നത്. അതിശക്തമായ സമരവുമായി ഇനിയും യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരും. ശക്തമായ മാർച്ചും സെക്രട്ടേറിയറ്റ് മാർച്ചും സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെ ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സമരം മുന്നോട്ട് തന്നെ പോകും. മന്ത്രിയുടെ രാജി ഗോപി, വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തുടർന്നും നടത്തും എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ആരോഗ്യമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞതൊന്നും ഇവർ തൃപ്തരാവില്ല എന്നുള്ളതാണ് പറയുന്നത്. ആരോഗ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളൊരു വലിയ വികാരം പൊതുവിൽ തന്നെ ഉയരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്. മാത്രമല്ല, സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ പറയുന്നു. വരും ദിവസങ്ങളിലും യൂത്ത് കോൺഗ്രസ് ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ സമരം സംഘടിപ്പിക്കാനുള്ള ആലോചനയുണ്ട്. ഇന്നലെ തന്നെ KPCCയുടെ യോഗത്തിൽ തന്നെ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കണമെന്നൊരു കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ബിന്ദു എന്ന 53-കാരി മരിച്ച സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കടുത്തിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അറിയിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മന്ത്രിയുടെ വീടിന്റെ ഗേറ്റ് ചാടിക്കറക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് പോലീസ് എത്തി തടയുകയായിരുന്നു. ഇപ്പോൾ ഈ സർക്കാരിനെതിരെ, ആരോഗ്യവകുപ്പിനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവർ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് നമ്മളോടൊപ്പം ചേർന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഡോക്ടർ SS ലാൽ നമ്മളോടൊപ്പം ഉണ്ട്. വിവിധ ഇടങ്ങളിൽ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ വരുന്നുണ്ട്. ഡോക്ടർ SS ലാൽ, ആരോഗ്യ വിദഗ്ധൻ, നമ്മളോടൊപ്പം ചേരുന്നു. ഡോക്ടർ SS ലാൽ, ഇത് ഓരോ സംഭവങ്ങളുണ്ടാകുമ്പോഴും ആരോഗ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട് എന്നതാണ്. അതിനെ പരിഹസിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ റിപ്പോർട്ടുകളെല്ലാം കൂടി ബൈൻഡ് ചെയ്തൊരു വലിയ റിപ്പോർട്ടായി കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് നൽകാൻ കഴിയും എന്നാണ്. അതിലേക്ക് ഒന്നുകൂടി എന്ന നിലയിലാണോ ഈ കോട്ടയത്തെ സംഭവത്തിന്മേലുള്ള അന്വേഷണവും കടക്കാൻ പോകുന്നത്? നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ട്. ഇതിൽ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ?
തീർച്ചയായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെയാണ് ശരി. ഈ മന്ത്രി വന്നതിന് ശേഷം എത്ര അന്വേഷണം നടന്നു എന്ന് അവർക്ക് തന്നെ അറിയാൻ സാധ്യതയില്ല. നമുക്കും ആർക്കും അറിഞ്ഞില്ല. അന്വേഷണങ്ങളുടെ ഫലമെന്തായെന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഒരു ആരോഗ്യവകുപ്പ് എങ്ങനെ ഭരിച്ചുകൂടാ എന്നുള്ളതിന് കൃത്യമായ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി. ഇതൊരു രാഷ്ട്രീയമായി പറയുന്നതല്ല. കാരണം ഇന്നലെ ഗോപിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിവിടെ ഒരുപാട് സിസ്റ്റം പ്രശ്നങ്ങളുണ്ട്, നമുക്ക് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇന്നും ആലോചിച്ച് നോക്കണം. ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ആരോഗ്യ വകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും അവർക്കാണ് ഭരിക്കേണ്ടത്. ഈ ആരോഗ്യമന്ത്രിമാരുടെ വൺ മാൻ ഷോയും അവർ ഈ കാര്യങ്ങൾ കയ്യിലെടുക്കുന്നത് തെറ്റാണ്. അവിടെ വരാം മന്ത്രിക്ക്, അത് മൊത്തത്തിൽ പ്രവർത്തനങ്ങൾക്ക് ഒരു ഊർജ്ജം നൽകും, കാര്യങ്ങൾ അന്വേഷിക്കാം. പക്ഷെ അവിടെ ആരും മരിച്ചിട്ടില്ലെന്ന് പ്രഖ്യാപിക്കാൻ മന്ത്രിക്ക് എന്ത് തെളിവാണ്, എന്ത് അധികാരമാണുള്ളത്? ഇവിടെയാണ് ഈ പ്രശ്നം. കോവിഡ് വന്നപ്പോൾ അതിനകത്ത് കണക്ക് തെറ്റിച്ച് പറയുക എന്നുള്ളതാണ്. ഇപ്പോഴും അതാണ് ഒരു മനുഷ്യൻ. ഇപ്പോഴും ഇത്രയും നേരം ഗോപിയുടെ ചർച്ചകൾ കേട്ടുകഴിയുമ്പോൾ ഞാൻ ആലോചിച്ചിരുന്നത്, നമ്മുടെ വീട്ടിലൊരു കുടുംബാംഗമാണ് ഇപ്പോൾ മരിച്ചെങ്കിൽ നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കും. ഒരു വീട്ടിൽ 100% നഷ്ടം. ഒരു 53 മരിച്ചിരിക്കുകയാണ്. ആശുപത്രി വെച്ചാണ് മരിക്കുന്നത്. ചികിത്സകൾക്കാണ് മനുഷ്യർ ജീവൻ രക്ഷിക്കാണ് ആശുപത്രി പോകുന്നത്. അവിടെ ഒരു സ്ത്രീ മരിച്ചിരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് ധൈര്യത്തിൽ കേരളത്തിലെ ആശുപത്രികൾ, സർക്കാർ ആശുപത്രികൾ വരും? അപകടം പറ്റാം, അത് ഏത് സർക്കാർ ഇരുന്നാലും അപകടം പറ്റാം. സർക്കാർ ആശുപത്രിയും പ്രൈവറ്റ് ആശുപത്രികൾക്ക് അപകടം പറ്റാം. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവരങ്ങ് ഏറ്റെടുക്കുക. മന്ത്രിക്ക് എന്ത് പരിചയമാണല്ലോ ഒരു ബിൽഡിംഗ് തകർന്നു കഴിഞ്ഞാൽ അവിടെ ആളുണ്ടാവും ഇല്ലായിരിക്കും എന്നുള്ളത്. പക്ഷേ കൃത്യമായിട്ട് അവിടെ ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നിരിക്കും. കാരണം മന്ത്രി പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ പറയാൻ പറ്റില്ലല്ലോ. അത് പിന്നെ വേറെ നിയമ നടപടികളുണ്ടാവും. ഞാൻ പറയുന്നത്, ഈ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പായാലും ആശുപത്രികളായാലും ആരോഗ്യവകുപ്പായാലും ഇത് ഒരുപാട് വർഷത്തെ പരിചയമുള്ളവർക്ക് അവരെ ഇത് അനുവദിക്കുക ഭരിക്കാനായിട്ട്. ഇവർ രാഷ്ട്രീയ നേതൃത്വം കൊടുത്താൽ മതി. ഞാൻ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്ത ആളാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഠിച്ച ആളാണ്. എനിക്കിതറിയാം. നമുക്ക് ഓരോ അപകടഘട്ടത്തിൽ അതിൻ്റെ പ്രോട്ടോകോൾസ് ഉണ്ട്. അവിടുത്തെ സൂപ്രണ്ടും അവിടുത്തെ സേഫ്റ്റി ഉദ്യോഗസ്ഥരും അവരൊക്കെയാണ് ഇത് പറയേണ്ടത്. ഇപ്പോൾ മന്ത്രി അവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് ഈ സർക്കാർ ഭരിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ എന്തെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ അഭിപ്രായ പ്രകടനത്തിന് ധൈര്യപ്പെടും. ഇതാണ് ഈ പറയുന്നത്. ഈ അനാവശ്യമായിട്ട് മന്ത്രിമാർ ശരിക്കും ഭരിക്കുകയാണ്. ഇവരൊരു കോർഡിനേഷൻ, മന്ത്രിമാരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച്മെൻറ്റാണ്. ഇന്നത്തെ മന്ത്രി നാളെ മന്ത്രിയാകണമെന്ന് തന്നെ ഇല്ല, അല്ലെങ്കിൽ ആയാലും ചിലപ്പോൾ വേറെ വകുപ്പിൻ്റെ ആയിരിക്കും. ഇതൊരു കോർഡിനേഷനാണ്, ഒരു താൽക്കാലിക ഉത്തരവാദിത്വമാണ്. മന്ത്രിയാകുമ്പോഴത്തേക്ക് മെഡിക്കൽ ഡിഗ്രിയോ PhD ഒന്നും കിട്ടുന്നില്ല, MD ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത് അവരുടെ നേതൃത്വം, അവരുടെ പാർട്ടി വന്നതുകൊണ്ട് ഒരു കോർഡിനേഷൻ റോളാണ്. ഇവർ കയറി എക്സ്പേർട്സ് ആകരുത്. അതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ നമ്മൾ ആരോഗ്യമന്ത്രിയുടെ വീട് വളയുന്നൊക്കെ ഉണ്ട്, അവിടെ ലാത്തി ചാർജിൻ്റെ ലക്ഷണമൊക്കെ കാണുന്നു. അത് എന്താണ്, ആഭ്യന്തരമന്ത്രിയാണ് പോയി ലാത്തി ചാർജ് നടത്തുന്നത്? അതിന് ഉദ്യോഗസ്ഥരുണ്ട്, അല്ലെങ്കിൽ അവർ പോലീസ് തടയാനുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അതിനുള്ള നേതൃത്വമുണ്ട്. ഇത് ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടില്ല. ഇതാണ് പ്രശ്നം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീമാൻ അച്യുതാനന്ദനെ പ്രൈവറ്റ് ആശുപത്രി കിടത്തിയിരിക്കുകയാണ്. കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമൊരു സംഭവം ചെറുതായിട്ടുണ്ടായതാണ്. അത് വെറുതെ വ്യാപകമായിട്ട് പറയരുത്, ഇതൊക്കെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ കോട്ടയത്ത് ബിൽഡിംഗ് ഇടിഞ്ഞ് വീഴുകയാണ്. ഗോപി ചോദിച്ച ചോദ്യം എനിക്കും ചോദിക്കാനുണ്ട്. ഇതെന്താണ്, നമ്മൾ വീട് പാലുകാച്ചിന് വേണ്ടി ഇടുന്ന പോലെ, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ആളുടെ ഡേറ്റ് സൗകര്യത്തിനോ അല്ലെങ്കിൽ മുഹൂർത്തം നോക്കിയിട്ട് ചെയ്യേണ്ടതാണ് ആശുപത്രി. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുള്ളതാണ്. ഈ ആശുപത്രി ഉദ്ഘാടനവും പേര് കൊത്തിവയ്ക്കലും നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. നാണക്കേടാണ്. പലയിടത്തും ആശുപത്രി ഉദ്ഘാടനം തന്നെ കളിയാക്കപ്പെടും എവിടെയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ. കാരണം രോഗികൾ വരട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ സഹജമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണവും രോഗാണുക്കൾ കാരണമൊക്കെ രോഗങ്ങളുണ്ട്. മനുഷ്യരുടെ നിവൃത്തിയില്ലായകയാണ് ആശുപത്രി. ഞാനിപ്പോൾ ഒരു ചികിത്സയിലാണ്, ഒന്ന് വീണ് കാല് ഒരു ഫ്രാക്ചർ ഉണ്ടായിട്ട്. അപ്പോൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മുടെ ഏറ്റവും നിവൃത്തികെട്ട അവസ്ഥയാണ് രോഗാവസ്ഥ എന്ന് പറയുന്നത്. അന്നേരം സാന്ത്വനവും സംരക്ഷണവും സുരക്ഷിതത്വമാണ് ആവശ്യം. അത് പ്രദാനം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും ധനിക രാജ്യവും സംസ്ഥാനമൊന്നുമല്ല, ദരിദ്ര സംസ്ഥാനമാണ്. നമുക്ക് പ്രശ്നമുണ്ട്. പ്രശ്നങ്ങൾ അംഗീകരിക്കണം. നമുക്ക് പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കണം. നമ്മുടെ കുട്ടി പരീക്ഷയ്ക്ക് തോക്കുമ്പോൾ അവൻ ക്ലാസ്സിൽ ഫസ്റ്റാണെന്ന് നാട്ടുകാരോട് പറഞ്ഞാൽ എന്ത് പറ്റും? ഇതാണ് സംഭവിക്കുന്നത്. ആ കുട്ടിയും പഠിക്കില്ല, വേറെ ആരും പഠിപ്പിക്കാൻ ശ്രമിക്കുകയില്ല. നമുക്ക് പ്രശ്നങ്ങളുണ്ട്. അത് ഇടത് പ്രശ്നമോ വലത് പ്രശ്നമോ ഒന്നുമില്ല. ആശുപത്രി പോകണ രോഗിക്ക് ഇടതോ വലതോ ഉണ്ടോ? രോഗാണുക്കൾക്ക് CPM-ഉം കോൺഗ്രസും ഉണ്ടോ? പാവപ്പെട്ട മനുഷ്യരാണ്. അത് ഈ മന്ത്രിമാർ കയറി ഈ ഭരണമൊന്ന് അവസാനിപ്പിച്ചാൽ മതി. ഇവർ കാര്യങ്ങൾ നടത്താൻ കോർഡിനേഷൻ നടത്തിയാൽ മതി. പിന്നെ ഇതെല്ലാം ശരിയാണെന്നൊരു ധാരണ പരത്തരുത്.
നമുക്കും സത്യം പറയുമ്പോൾ വിഷമമാണ്. കാരണം ഇത് കേൾക്കുന്ന ഒരാൾ അടുത്തൊരു പാവപ്പെട്ടവനോടൊപ്പം പേടിച്ച് അവിടെ പോകാതിരിക്കരുത്. ഇനി കെട്ടിടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉദ്ഘാടനം നടത്തണം. ഇതെന്തിനാണ് ഇത്രയും വലിയ മാമാങ്കം? എവിടെയായാലും ആശുപത്രി കെട്ടിടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ടാണ്, അല്ലാതെ ഏതെങ്കിലും മന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് രോഗികളെല്ലാം കൂടെ ലോഡ് ചെയ്ത് അവിടെ കൊണ്ട് ഡോക്ടർ പറഞ്ഞതുപോലെ ഇത് 2013 ഡോക്ടർ, അതായത് 12 വർഷങ്ങൾക്ക് മുൻപ് ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്ന് റിപ്പോർട്ട് വന്നതാണ്. അതിനെ തുടർന്നാണ് ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചതും. ഇനി അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇപ്പോൾ മന്ത്രിമാർ പറഞ്ഞത് കഴിഞ്ഞ 30-ാം തീയതി അവർ യോഗം ചേർന്നു. ഈ ജൂലൈ അവസാനത്തോടു കൂടി ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാമെന്ന് തീരുമാനിച്ചതാണ്. അത് ശരി, അങ്ങനെയാണ് തീരുമാനമെങ്കിൽ അവിടേക്ക് ഒരാളും പോകുന്നില്ല, അതൊരു അപകട മേഖലയാണ്, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ആരും പോകരുത് എന്നതെങ്കിലും ഉറപ്പുവരുത്താൻ അധികാരികൾക്ക് കഴിയണ്ടേ? അതിനുശേഷം അപകടം നടന്ന ഉടനെ മന്ത്രിമാർ പ്രഖ്യാപിക്കുന്നു ഇത് പഴയ കെട്ടിടം, ആരും പോകാത്ത കെട്ടിടം, ആരും അതിനടിയിൽ കുടുങ്ങിക്കിടക്കില്ല എന്ന്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസെൻസിറ്റിവിറ്റി, സാധാരണക്കാരുടെ ജനങ്ങളുടെ ജീവിതത്തോടുള്ള അതിനോട് ചേർന്ന് നിൽക്കാത്ത, അല്ലെങ്കിൽ അതിനെ അവഗണിക്കുന്ന, അതിനെ ഒട്ടും തന്നെ പരിഗണിക്കാത്തൊരു സമീപനം. ഇത് മാറണം. അത് ഏത് രാഷ്ട്രീയ നേതൃത്വമാണ്, ഏത് മന്ത്രിയാണെന്നുള്ളതല്ല. ഇതിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിൻ്റെ 100% അവരുടെ നഷ്ടം. ആ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ബിന്ദുവിൻ്റെ മകൻ പറഞ്ഞത്, അമ്മ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, അമ്മയുടെ ജീവൻ വെച്ചിട്ട് എൻ്റെ ജീവൻ എടുത്തോട്ടെ എന്നാണ്. അവരോടൊക്കെ എന്ത് മറുപടിയാണ് ഈ സംവിധാനങ്ങൾക്ക് പറയാൻ പറ്റുക ഡോക്ടർ? സത്യമാണ്. ഞാനത് കണ്ടപ്പോൾ കെട്ടടിഞ്ഞ് ഇവിടുന്ന് ടെലിവിഷനിൽ നിന്നാണ് അറിഞ്ഞത്. ഞാൻ നോക്കുന്നത് എന്തെങ്കിലും ആർക്കും അപകടം പറ്റുമോ, പറ്റാതിരിക്കട്ടെ, ഒന്നും പറ്റാതിരിക്കട്ടെ. പരിചയക്കാരുള്ള സ്ഥലമാണ്, പരിചയക്കാരുള്ള സ്ഥാപനമാണ്, പരിചയമുള്ള ഡോക്ടർമാരുള്ള സ്ഥലമാണ്, ആർക്കും ഒന്നും സംഭവിക്കുക. അപ്പോൾ ഓരോ നിമിഷം മനസ്സിലാഗ്രഹിച്ച് ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ്. അപ്പോൾ അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം ആശുപത്രികൾ. പക്ഷേ അവിടെ സ്വാഭാവികമായിട്ട് നടക്കേണ്ടിയിരുന്ന തെരച്ചിൽ പ്രക്രിയകളൊക്കെ ഇവർ തടസ്സപ്പെടുത്തിക്കുന്നു. ഇങ്ങനെ ചെയ്യരുത്. ഞാനത് ഒരു ഡോക്ടർ നിലയ്ക്കും മനുഷ്യ നിലയ്ക്കും പറയുകയാണ്. രാഷ്ട്രീയം ഇതിനകത്ത് തീരെ ഞാൻ ഈ പറയുന്ന അഭിപ്രായത്തിന്. നമ്മൾ ഈ ഫയർഫോഴ്സിൻ്റെ തീ പിടിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയാണ് തീ അണയ്ക്കാൻ പോകുന്നത്, അല്ലെ അവിടെ തീ വേണ്ട. ഇത് എന്തിനാണ് ഈ സാങ്കേതിക കാര്യങ്ങൾ ഇടപെടുന്നത്? അവിടെ ഫയർഫോഴ്സും പോലീസും ഡോക്ടർമാരും അവിടുത്തെ സൂപ്രണ്ടും എല്ലാം കൂടെ തീരുമാനിക്കേണ്ടിരുന്നൊരു കാര്യമാണ്. അവിടെ മൈക്ക് വെച്ച് അനൗൺസ്മെൻറ്റ് നടത്തണമായിരുന്നു, ആരെങ്കിലും കാണാതുണ്ടോ എന്ന്. ഇത് മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആൾക്ക് അവിടെ പറയാൻ പറ്റൂ. ഈ കൾച്ചർ മാറുകയേ പറ്റുള്ളൂ. നമ്മൾ ഈ ആളുകൾ ഇത്രയും ഭരിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ മന്ത്രിസഭ ഇല്ലാത്തപ്പോഴും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ ഗവർണർ ഭരണകാലത്ത് ആശുപത്രികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഭരിച്ചാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അനാവശ്യമായ വാശി പിടിക്കലും രാഷ്ട്രീയം കലർത്തലും. ഞാൻ ആലോചിക്കണം, പരിചയമുള്ള ആരും ഉണ്ടായിരിക്കരുതെന്ന് മനസ്സിലാഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളുണ്ട്, ഞാൻ പഠിപ്പിച്ചവരുണ്ട്. അപ്പോഴത്തേക്ക് മന്ത്രി അവിടെ നിന്ന് പറയുകയാണ് ഞങ്ങൾ കിഫ്ബി അതുകൊണ്ടുവന്നു. ഒരു കെട്ടിടം തകർന്നെടുത്ത് നിന്ന് എത്ര നിഷ്കരണമായിട്ടാണ് ഒരു മന്ത്രിക്ക്. ഒരുപക്ഷെ മന്ത്രിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെ നിർബന്ധിക്കുകയായിരിക്കും. അവർ നല്ലൊരു സ്ത്രീ ആണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ബോധമുള്ള ഒരാളാണ്. പക്ഷെ അവരെ കൊണ്ട് പറയിക്കുന്ന ഡോക്ടർ ഒരു മിനിറ്റ് ഞാൻ ഇടപെട്ടോട്ടെ. അവിടെ ഒരു സംഘർഷ സാഹചര്യം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വീടിന് വസതിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നടത്തിയിരുന്ന മാർച്ചിൽ ചെറിയൊരു സംഘർഷ സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട് ഡോക്ടർ. അതുകൊണ്ട് ഞാൻ ഒന്ന് അവിടെ പോയിട്ട് വരാം. സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. സലീം പറയൂ. ജി കെ, ഇപ്പോൾ ആ സംഘർഷം അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ അധികം സമയമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന് വല്ലാതെ പാടുപെടേണ്ടി വന്നു. മുഴുവൻ പ്രവർത്തകരെയും ആദ്യം അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും അതിനുശേഷം പിന്നീട് വനിതാ പ്രവർത്തകർ ഇവിടേക്ക് വീണ്ടും കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനു പിന്നാലെ തന്നെ ഈ 3 വനിതാ പ്രവർത്തകരാണ് ഇവിടെ കുത്തിയിരുന്ന് സമരം ചെയ്തത്. അവരെയും നീക്കം ചെയ്യാൻ പോലീസ് ബുദ്ധിമുട്ടി. ഇവർ അറസ്റ്റിന് വഴങ്ങാത്തതോടുകൂടിയാണ് ഇവരെ ഇവിടെ നിന്നും നീക്കാൻ സമയമെടുത്തത്. അതിന് പിന്നാലെ ഇപ്പോഴെന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിലുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വീണ നായർ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിന് വഴങ്ങാതിരുന്നത്. ഇപ്പോൾ ആ പ്രവർത്തകരെ എല്ലാവരെയും പോലീസ് ഇവിടെ നിന്നും നീക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കനത്ത പോലീസ് കാവൽ ഈ മന്ത്രിയുടെ വീടിന് ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരവുമായി അവർ വരുമ്പോൾ വളരെ കുറച്ച് പോലീസുകാർ മാത്രമായിരുന്നു ഇപ്പോഴുണ്ടായിരുന്നത്. ഇപ്പോൾ വലിയ പോലീസ് കാവലിലാണ് മന്ത്രിയുടെ വസതിയായ തിരുവനന്തപുരത്തെ വസതിയായ തൈക്കാട് ഹൗസ് ഇപ്പോഴുള്ളത്. മന്ത്രിക്ക് വലിയ സുരക്ഷ കൂടി ഒരുക്കാനുള്ള ആലോചനയും ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജി കെ, ശരി. യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം അക്രമാസക്തമാകുന്നു. അതിന്റെ സാഹചര്യം അവിടെ ഉടലെടുത്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചു കയറിയത്. വീടിന്റെ ഗേറ്റ് മറികടക്കാൻ വേണ്ടി നടത്തിയ ശ്രമം പോലീസ് എത്തി പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങൾ നമുക്ക് കാണാം. സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു കെട്ടിട ഭാഗം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ ബിന്ദു എന്ന 53 വയസ്സുകാരി മരിക്കാനിടയായ സാഹചര്യത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് നേരെ
പ്രതിഷേധവുമായി എത്തിയത്. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രവർത്തകരെ ബലമായി പോലീസ് പിടിച്ചു നീക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മന്ത്രി രാജിവെക്കണം എന്ന മുദ്രാവാക്യ വിളികളുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് ഇരച്ചു കയറിയത്. ആരോഗ്യ വകുപ്പ് തികഞ്ഞ പരാജയമാണെന്നും ആരോഗ്യമന്ത്രിക്ക് പദവിയിൽ തുടരാൻ അർഹതയില്ല എന്നുമുള്ള മുദ്രാവാക്യ വിളികളുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിലേക്ക് എത്തിയത്. വീടിന്റെ ഗേറ്റ് ചാടിക്കടക്കാൻ ചില പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് എത്തി അവരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് മാറ്റിയിരുന്നു. ഇപ്പോൾ പ്രവർത്തകരെ നീക്കം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ കനത്ത ശക്തമായ പ്രതിഷേധമാണോ സലീം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നത്? കോട്ടയം മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് ഒരു സ്ത്രീ മരിച്ച സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കൂട്ടിരിപ്പ് രോഗികളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉയർന്നു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം രക്ഷാപ്രവർത്തനങ്ങൾ വൈകി എന്നതാണ്. മറ്റൊന്ന്, രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്നും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നും മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞതും ജനങ്ങളിൽ രോഷമുണ്ടാക്കിയിട്ടുണ്ട്. ശരിയായ രീതിയിൽ മതിയായ സമയത്ത് കൃത്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ ബിന്ദുവിന് ജീവൻ നഷ്ടമാകില്ലായിരുന്നു എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് ചാണ്ടി ഉമ്മൻ MLA ആയിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ സംഭവ സ്ഥലത്തുണ്ട്. മന്ത്രി VN വാസവനും മന്ത്രി വീണ ജോർജും അവിടെ ഉണ്ടായിരുന്നു. അടിയന്തര യോഗം ചേർന്ന ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും പഠിച്ച് ഈ കാര്യങ്ങൾ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുമാണ് മന്ത്രി വീണ ജോർജ് അറിയിച്ചത്. ന്യൂസ് ഈവനിംഗ് തുടരുന്നു. 1.5 മണിക്കൂർ വൈകി തുടങ്ങിയ രക്ഷാപ്രവർത്തനത്തിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ തകർന്ന കെട്ടിട ഭാഗങ്ങൾക്കിടയിൽ നിന്ന് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന്റെ മൃതദേഹം ഇന്ന് പുറത്തെടുത്തത്. മകളുടെ ചികിത്സാർത്ഥം ഭർത്താവിനൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ബിന്ദു ശുചിമുറിയിലേക്ക് പോയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. പൂട്ടിയിട്ടിരുന്ന കെട്ടിടമാണെന്നും ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുമായിരുന്നു സംഭവ സ്ഥലത്തെത്തിയ മന്ത്രിമാർ ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വൈകി എന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധത്തിനിറങ്ങി. സർക്കാർ വസ്തുതകൾ മറച്ചുവെക്കുകയാണെന്ന് ചാണ്ടി ഉമ്മൻ MLA കുറ്റപ്പെടുത്തി. കോട്ടയത്തെ അപകടം സർക്കാർ അനാസ്ഥ കൊണ്ടാണോ എന്നത് നമ്മൾ പരിശോധിക്കുകയായിരുന്നു. ഏതായാലും അതിനിടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയായിരുന്നു. പോലീസ് എത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സ്ഥലത്ത് നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. ബലം പ്രയോഗിച്ചവരെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ളത് മരിച്ച ഈ അപകടത്തിൽ ദാരുണമായി മരണം സംഭവിച്ച ബിന്ദുവിന്റെ തലയോലപ്പറമ്പിലെ വസതിയിലേക്കാണ്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി റാഫി കരീമുണ്ട്. റാഫി, ബിന്ദുവിന്റെ മരണം അക്ഷരാർത്ഥത്തിൽ ആ കുടുംബത്തെ അനാഥമാക്കുന്നുണ്ട്, അവരെ നടുക്കത്തിലാക്കുന്നുണ്ട്. കാരണം മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി മകളുടെ ചികിത്സ, ഒരു ശസ്ത്രക്രിയ ഉണ്ട് മകൾക്ക്, നവമിയുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആണ് അവർ ആശുപത്രിയിൽ എത്തിയത്. 3 ആഴ്ച ആശുപത്രിയിൽ കിടക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ബിന്ദുവും ഭർത്താവും അവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ബിന്ദു ശുചിമുറിയിലേക്ക് വാഷ്റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി പോയ സമയത്താണ് അപകടം ഉണ്ടായത്. മകൾ ഫോണിൽ വിളിച്ചു. അപ്പോൾ അമ്മയുടെ ഫോൺ കിട്ടാതെ വന്നപ്പോഴാണ് അവർക്ക് ആശങ്കയുണ്ടായത്. അവർ ഈ സംശയം പറഞ്ഞത് നമുക്ക്. പക്ഷേ അത് ഇതുപോലെ ബിന്ദുവിൻ്റെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സംഭവമാകും എന്നാരും കരുതിയതല്ല. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ആ വീടിന് ഇത് താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല, ഉറപ്പാണ്. റാഫി, എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, തീർച്ചയായും ബിന്ദുവിന്റെ മരണവിവരം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഈ കുടുംബത്തിനും ഇവിടുത്തെ നാട്ടുകാർക്കും. കാരണം ബിന്ദു ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരാമെന്ന് ഇവിടെയുള്ള ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത്. ഈ മരണവിവരം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ഈ നാട്ടുകാർ ഇവിടേക്ക് ഓടിയെത്തുമ്പോൾ ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ബിന്ദുവിന്റെ അമ്മയാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. ആ അമ്മയ്ക്ക് തന്റെ മകളുടെ മരണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. മകൾ മടങ്ങി വരുമെന്ന് തന്നെയാണ് ഈ അമ്മ അലമുറയിട്ട് കരയുമ്പോഴും പറയുന്നത്. ബന്ധുക്കളെല്ലാം തന്നെ ആ ഒരു സ്ഥിതിയിലാണുള്ളത്. എല്ലാവരും വിങ്ങിപ്പൊട്ടി കരയുകയാണ്. കാരണം മകളുടെ ചികിത്സക്കായി കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന ബിന്ദു തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോയത്. എപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്? ഒരു 2 മണിക്കായപ്പോൾ കൂട്ടുകാർ വിളിച്ച് അറിഞ്ഞത്. ബിന്ദു ഈ മകളുടെ ചികിത്സക്കായിട്ട് പോകുന്ന വിവരങ്ങളും മറ്റൊക്കെ പറഞ്ഞിരുന്നു. അത് ഞങ്ങള് സ്റ്റാഫാണ്, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യണവരവര്. അപ്പൊ കടയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള തലയോലപ്പറമ്പിലുള്ള ഒരു ടെക്സ്റ്റൈൽസിലാണ് ജോലി ചെയ്യുന്നതെന്ന് അറിഞ്ഞു. അപ്പൊ ലീവ് എടുത്താണ് മകളുടെ ചികിത്സക്കായിട്ട് പോയതല്ലേ? ചേച്ചി, ബിന്ദു മകളുടെ ചികിത്സക്ക് പോകുന്ന വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. ചൊവ്വാഴ്ച അഡ്മിറ്റ് ആയത്. അതിനുശേഷം വിളിച്ചിരുന്നു ആശുപത്രിയിൽ എത്തിയതിനു ശേഷം? ഞങ്ങൾ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് 3 ആഴ്ച കഴിയുമ്പോൾ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു കൊച്ചിന്റെ.
ഈ തീർച്ചയായും ഈ ബിന്ദുവിനൊപ്പം ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവർ. ബിന്ദു തലയോലപ്പറമ്പിലുള്ള ഒരു ടെക്സ്റ്റൈൽസിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇവിടെ അടുത്തുള്ള അയൽവക്കത്തുള്ള ആളുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. എന്താ ബിന്ദു പറഞ്ഞത് ഈ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ? കൊച്ചിനെ ചികിത്സയ്ക്ക് വേണ്ടിട്ടല്ലേ പോയത്. എന്ത് പറ്റിയതാ കൊച്ചിന്? കൊച്ചിന് നടുവേദനയായിരുന്നു, പിന്നെ പെടല് വേദന ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഓപ്പറേഷൻ എന്നും പറഞ്ഞാണ് പോയത്. വേറെ എന്നാ പറയാനാ. ഇവരെല്ലാവരും ഒരു സംസാരിക്കുന്നതിന് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകളാണ്. ഈ കുടുംബം മൊത്തം അത്തരത്തിലുള്ളൊരു അവസ്ഥയിലാണ്. ബിന്ദുവിനെ അറിയുന്നവരെല്ലാവരും തന്നെ അത്തരത്തിലുള്ളൊരു അവസ്ഥയിലാണ്. കാരണം ബിന്ദുവും ഭർത്താവും 2 മക്കളും ബിന്ദുവിന്റെ അമ്മയുമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ബിന്ദു ആയിരുന്നു ഈ കുടുംബത്തിന്റെ ആശ്രയം. കാരണം ബിന്ദു അവർക്ക് സ്വാഭാവികമായിട്ടും ബന്ധുക്കൾക്ക് അമ്മയ്ക്ക് ഒക്കെ സംസാരിക്കാൻ ഈ ഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളെ സംബന്ധിച്ച് തന്നെ നമുക്ക് വളരെ വേദനയോടുകൂടി മാത്രമേ ഈ വാർത്ത പ്രേക്ഷകരോട് പറയാൻ കഴിയൂ. അതുകൊണ്ട് അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ഒരു തരത്തിലും അവരെ കൂടുതൽ പ്രതികരണങ്ങൾക്ക് വേണ്ടി അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല. റാഫി, അവിടെ കാണുന്ന കാര്യങ്ങൾ പറയൂ. ഇപ്പോൾ ബിന്ദുവിൻ്റെ മരണം എന്നത് ആ കുടുംബത്തെ സംബന്ധിച്ച് താങ്ങാനാകാത്തതും തീർത്തും അപ്രതീക്ഷിതവുമാണ്. മകളുടെ ശസ്ത്രക്രിയ, മകൾ നവമി 20 വയസ്സുകാരി നവമിയുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പോയതാണ് ബിന്ദുവും ഭർത്താവും. അവർ അവരുടെ ആ രോഗിയുടെ കൂട്ടിയിരിപ്പുകാർ കൂടിയായിരുന്നു. ബിന്ദു ഇന്ന് രാവിലെ കുളിക്കാൻ വേണ്ടി വാഷ്റൂമിലേക്ക്, ശുചിമുറിയിലേക്ക് പോയതാണ്. ഈ അപകടം നടന്ന കെട്ടിടത്തിൻ്റെ ഭാഗമായുള്ള ശുചിമുറിയിലേക്കാണ് പോയത്. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. ബിന്ദുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിൽ ആരുടെയെങ്കിലും അനാസ്ഥയുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ മന്ത്രിമാർ പറഞ്ഞത്. ഏതായാലും കുടുംബത്തിനുണ്ടായ നഷ്ടം ആർക്കും നികത്താൻ കഴിയുന്നതല്ല. റാഫി കരീം ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വളരെ വൈകിയാണ് ഈ കുടുംബം ബിന്ദുവിൻ്റെ മരണവാർത്ത കുടുംബം അറിയുന്നത്. കാരണം കുടുംബത്തെ അറിയിച്ചിരുന്നില്ല. ബിന്ദുവിൻ്റെ 2.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബിന്ദുവിൻ്റെ മൃതശരീരം പുറത്തു കൊണ്ടുവന്നത്. ബിന്ദുവിൻ്റെ മകൾ അവിടെ ചികിത്സയിലായിരുന്നു. ട്രോമ കെയർ യൂണിറ്റിലായിരുന്നു ബിന്ദുവിൻ്റെ മകൾ നവമി 20 വയസ്സുകാരി ഉണ്ടായിരുന്നത്. നവമിയുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് ബിന്ദുവും ഭർത്താവും അവിടെ ഉണ്ടായിരുന്നത്. മകൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ നവമിയെ ആശുപത്രിയിൽ നിന്ന് ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. സൂര്യശ്രീ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂര്യ, ബിന്ദുവിൻ്റെ മകൾ നവമിയുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് ആശുപത്രിയിലെത്തിയത്. 3 ആഴ്ച ആശുപത്രിയിൽ കഴിയേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ ശുചിമുറിയിൽ പോകുമ്പോൾ ഈ അപകടമുണ്ടായത്. നവമി ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നവമിയെ എന്ന് അറിയുന്നു. എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, അല്പസമയം മുമ്പാണ് ബിന്ദുവിന്റെ മകൾ നവമിയെ ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തലയോലപ്പറമ്പിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ന്യൂറോ സംബന്ധിയായ അസുഖത്തെ തുടർന്ന് ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. ഉടനെ തന്നെ സർജറി വേണമെന്ന് ആവശ്യപ്പെടുകയും നിലവിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ വലിയ ഒരു ദാരുണമായ സംഭവം നടക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ മകൾ നവമിയോടൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ബിന്ദു കുളിക്കുന്നതിന് വേണ്ടി ആയിരുന്നു ശുചിമുറിയിലേക്ക് പോയത്. തുടർന്നാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം സംഭവിക്കുകയും തുടർന്ന് ബിന്ദുവിനെ കാണാനില്ല, അമ്മയെ കാണാനില്ലെന്ന് മകൾ നിരന്തരം പരാതിപ്പെട്ടിരുന്നു. നവമി ഇത്തരത്തിൽ അമ്മയെ ഈ അപകടത്തിന് ശേഷം അമ്മയെ കാണുന്നില്ല എന്ന് ബന്ധുക്കളോടക്കം പറയുന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തകരെ ഇത്തരത്തിൽ ബിന്ദു എന്ന സ്ത്രീയെ കാണാനില്ലെന്നും അവിടെ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്നും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കേണ്ടതുണ്ടെന്നും ഒക്കെ തന്നെ അധികൃതർ അറിയിക്കുന്നത്. ഇത്തരത്തിൽ ബന്ധുക്കളെത്തി പോലീസിനെ അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ നിന്ന് ബിന്ദുവിന്റെ ശരീരഭാഗം കണ്ടെത്തുകയും തുടർന്ന് കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുകയുമായിരുന്നു ചെയ്തിരുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ ഭർത്താവും ബന്ധുക്കളോടൊപ്പം ബിന്ദുവും മകളും ആശുപത്രിയിൽ എത്തിക്കുന്നത്. മകൾ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്, 3-ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. അതിനിടെയാണ് ബിന്ദുവിന്റെ മകളായ നവമിക്ക് ഇത്തരത്തിൽ ന്യൂറോ സംബന്ധിയായ ഒരു രോഗമുണ്ടാകുകയും 3 ആഴ്ചയിലേറെ ചികിത്സ വേണമെന്നും പറയുകയും തുടർന്ന് ഒരു സർജറിയും ഒക്കെ തന്നെ വേണ്ടതായിരുന്നു. ഇതിനു വേണ്ടിയാണ് ഇവർ ഇവിടെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത്. ഇതിനിടയിലാണ് അതിദാരുണമായ ഒരു സംഭവം സംഭവിക്കുന്നത്. കൂടാതെ തന്നെ തലയോലപ്പറമ്പിലെ ഒരു ടെക്സ്റ്റൈൽസിൽ ജോലി നോക്കിയാണ് ഇത്തരത്തിൽ ബിന്ദു ഈ കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. മക്കളുടെ പഠന ആവശ്യങ്ങളൊക്കെ തന്നെ ഭർത്താവ് വിസ്തൃതൻ, നിലവിൽ കൂലിപ്പണിക്കാരനായതുകൊണ്ട് തന്നെ ഒരു സ്ഥിര വരുമാനമില്ലാത്ത ഒരു ജോലിയായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി തന്നെ ഇത്തരത്തിലൊരു ടെക്സ്റ്റൈൽസിൽ ജോലി നോക്കിക്കൊണ്ടാണ് ബിന്ദു ഇരുന്നത്. ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ മകളുടെ ചികിത്സാ ചെലവ് അടക്കം ഇത് ഏത് രീതിയിലാകുമെന്ന് തന്നെ അറിയില്ല. ഏതായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം ഇന്ന് തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക്, തലയോലപ്പറമ്പിലുള്ള ഒരു ആശുപത്രിയിലേക്ക് മാറ്റും. സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുന്നത്. ഏതായാലും മക്കളെയും ബന്ധുക്കളും എല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ തലയോലപ്പറമ്പിലുള്ള വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഗോപികൃഷ്ണൻ, ഇപ്പോൾ ബിന്ദുവിന്റെ മകൾ നവമിയെ തലയോലപ്പറമ്പിലെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ വിവരങ്ങളാണ് സൂര്യശ്രീ നൽകിയത്. മകൾ നവമി ആന്ധ്രയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്.
അമ്മ കുളിക്കാൻ പോയി. ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതിരുന്ന് ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു. കിട്ടാതിരുന്നപ്പോഴാണ് നവമി ആശങ്കപ്പെട്ടതും പിന്നീട് ആളുകളോട് പറഞ്ഞതും പിന്നീട് അന്വേഷണം നടന്നതുമൊക്കെ. അതിനുശേഷം ഈ തകർന്ന കെട്ടിടങ്ങൾക്ക് അടിയിൽ നിന്ന് ഈ മൃതദേഹം പുറത്തേക്ക് എടുക്കുകയായിരുന്നു. നവമിക്ക് ന്യൂറോ സംബന്ധിയായ അസുഖങ്ങളെ തുടർന്ന് ശസ്ത്രക്രിയ വേണ്ടി വന്നു. അതിനുവേണ്ടിയാണ് അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടായിരുന്നത്. അതിൽ ബിന്ദു ഇന്ന് ഈ അപകടത്തിൽ മരിച്ച സാഹചര്യത്തിൽ അവരുടെ വീടിന് അത് പൂർണ്ണമായും ആ വീടിന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വേദനയിൽ നിൽക്കുകയാണ്. അതിൻ്റെ വിവരങ്ങളായിരുന്നു നമ്മൾ പങ്കുവച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിന് ചേർന്നുള്ള കെട്ടിടം തകർന്ന ഒരു മരണം സംഭവിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. കെട്ടിടം തകർന്നപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമായിരുന്നുവെങ്കിൽ ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് ബന്ധു ഗിരീഷ് 24-നോട് പറഞ്ഞു. ഇത് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനാണ് സംസാരിക്കുന്നത്. അതൊരു നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഉള്ള സമയത്തിന് അതും മാത്രമല്ല, റഷ് സമയമാണ്. ഈ സമയം നല്ല ആൾക്കാർ തിങ്ങി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരാൻ പാടാം. എന്തായാലും അവർ കൊണ്ടുവന്ന് നോക്കി. പിന്നെ ഒരു ശകലം താമസിച്ചു പോയി, അല്ലേ? ഒരു ശകലം നേരത്തെ ആയിരുന്നെങ്കിൽ, ഇത് നല്ല സ്ഥലത്തായിരുന്നെങ്കിൽ എളുപ്പം JCB കൊണ്ട് കുത്തി നോക്കി ആളിനെ എടുക്കാമായിരുന്നു. പക്ഷേ ഒരു ശകലം താമസിച്ചു പോയി അതിനകത്ത്. ആളിനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പം നമ്മളിവിടെയൊക്കെ തിരക്കി. അവിടെ ഉണ്ട്, കാഷ്വാലിറ്റി ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഓടുമായിരുന്നു. അവിടെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴും മണ്ണിനടിയിലായിരുന്നു. അന്നേരം ഈ സ്ലാബിൻ്റെ അടിയിൽ കിടക്കുക. അതൊക്കെ ഇവിടെ ഉള്ളവരടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് വീട്ടിലോട്ടാണ് കൊണ്ടുപോയി. ഓപ്പറേഷൻ അത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. അത് ഒരു തമ്മിൽ സംസാരിച്ച വേറെ ആൾക്കാരെടുത്താണ്. അപ്പോൾ അതൊരു ഡേറ്റ് പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞു. പരാതിയായിട്ട് നമ്മൾ ഒന്നുമില്ല, അല്ലേ? എന്നാ പരാതി? നമുക്കൊരു പരാതിയില്ല. ഞാനിപ്പോൾ ആ ഒരു പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഭാര്യ മരിച്ചിട്ട് നിൽക്കുന്നത് ഞാൻ ആരുടെ ഈ പരാതി പറയുന്നത്? ഇതൊക്കെ നേരാൻ പാട്ടിന് ഇപ്പോഴും ഞാൻ പറയുന്നത് ഇനിയുള്ള കാര്യങ്ങൾ നേരാൻ പാട്ടിനാവണം. തീർച്ചയായും എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച അവള് തന്നെ. ഞാനല്ല, ഞാനൊന്നുമല്ല. 2 പിള്ളേരെ പഠിപ്പിച്ചതാ. എനിക്കതേ പറയാനുള്ളൂ. അല്പം മുൻപ് നമ്മൾ കണ്ടത് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മക്കളെ പഠിപ്പിച്ചത് ഭാര്യയാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. ആരോടാണ് പരാതി പറയേണ്ടത്? ഇനിയെങ്കിലും എല്ലാം നേരാംവണ്ണമായാൽ മതി എന്നാണ് വിശ്രുതൻ പറഞ്ഞത്. ആരെയാണ് ഇതിൽ പഴിക്കേണ്ടത് എന്നറിയാതെ വേദനയിൽ കഴിയുകയാണ് ആ പിതാവ്. കുട്ടികളുടെ പഠിപ്പോ ഒക്കെ ഇതുവരെ നോക്കിയത് ബിന്ദു തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞാണ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്ന് വിശ്രുതൻ മാറിയത്. കെട്ടിടം തകർന്നപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമായിരുന്നെങ്കിൽ ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് ബന്ധു ഗിരീഷ് 24-നോട് പറഞ്ഞു. ബിന്ദുവിനെ കാണാനില്ല എന്ന വിവരം താൻ പോലീസിൽ പരാതിപ്പെട്ടപ്പോഴാണ് രക്ഷാപ്രവർത്തനം വീണ്ടും ഊർജിതമാക്കിയതെന്നും ഗിരീഷ് പറയുന്നു. രാവിലെ ആളെ കാണാണ്ടായപ്പോൾ തന്നെ നമ്മൾ വിളിച്ചിട്ട് ഇവിടെ കാഷ്വാലിറ്റിയിൽ എൻ്റെ ചിറ്റപ്പം പോയി കാഷ്വാലിറ്റിയിൽ പോയി കൊച്ചച്ചൻ പോയി തിരക്കിയപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. കാഷ്വാലിറ്റിയിലേക്ക് കയറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ പുറത്തെവിടെയെങ്കിലും കാണും, നമ്മൾ കുറേ പേരെ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾക്ക് അറിയാം മോൾക്ക് അത്രയും സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് പുറത്തുണ്ടെങ്കിൽ അമ്മ എങ്ങനെയെങ്കിലും അകത്ത് വരുമെന്ന് നമുക്ക് അറിയാമായിരുന്നു. ആദ്യമേ അവർ അവിടെ ഉള്ള ആൾക്കാരെ കണ്ടെത്താൻ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറായില്ല. എവിടെയാണ് ആളുണ്ട്, അവർ പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും കാണും, ആൾ മാറിയിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. വൈകിയിലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആളെ പരിക്കോളോടെങ്കിലും കിട്ടിയേനെങ്കിലോ. കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. അതിന്റെ ഉത്തരവാദികൾ ആരാണെങ്കിലും അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പാണ് സർക്കാർ നൽകുന്നത്. പക്ഷെ അപ്പോഴും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്ത് നടപടിയെന്നും ഇതാരുടെ അനാസ്ഥയാണെന്ന് പൊതുജനങ്ങളോട് പറയാനുമുള്ള ആർജവും ആരാണ് കാണിക്കുക? ഇത്തരം പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞതെന്ന് നമ്മൾ കേട്ടു. ആ കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താനാകാത്തതാണ്. ആ വേദനയിൽ പങ്കുചേരുന്നു. ന്യൂസ് ഈവനിംഗ് പൂർത്തിയാവുകയാണ്.